നമുക്കേ വള്ളുവനാട്ടുകാരുടെ സ്വന്തം തിരുമാതംകുന്ന് അമ്പലത്തിൽ നിന്ന് പോയാലോ? വലുതും മനോഹരവുമായ ശിവലിംഗ പ്രതിഷ്ഠ ഇവിടുത്തെ പ്രത്യേകതയാണെങ്കിലും തിരുമാതംകുന്നിലമ്മ എന്ന ഭഗവതിക്കാണ് ഇവിടെ കൂടുതൽ പ്രശസ്തി. വിഘ്നേശ്വരനായ ഗണപതിയും ഇവിടെ പ്രത്യേക പ്രാധാന്യമുള്ള ഉപദേവനാണ്. ദർശന സമയം രാവിലെ 4:30 മുതൽ ഉച്ചയ്ക്ക് 12 മണി വരെയും വൈകുന്നേരം 4 മണി മുതൽ രാത്രി 8 മണി വരെയുമാണ്. ദേവീ ദർശനത്തിനെത്തുന്ന ഭക്തർക്ക് അന്നദാനവും ഉണ്ടായിരിക്കും. പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഒരു ചെറിയ കുന്നിൻ മുകളിലായാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. വടക്കേ നടയിൽ ഇറക്കത്തിൽ കടലുണ്ടി പുഴയുടെ ഒരു പോഷക നദി കടന്നുപോകും. ഓരോ നാളുകളിൽ നിത്യേനെ രാവിലെ ആറാട്ടിനായി തൊട്ടടുത്ത് സ്ഥിതി ചെയ്യുന്ന ഈ പുഴയിൽ എഴുന്നള്ളിക്കുന്ന കൊട്ടിയിറക്കവും കൊട്ടിക്കയറ്റവുമാണ് പൂരാഘോഷത്തിന്റെ മുഖ്യ ചടങ്ങ്. പച്ചപ്പട്ടെടുത്ത് അതീവ സുന്ദരിയായി നിലനിൽക്കുന്ന ഈ ക്ഷേത്രവും അതിന്റെ ചുറ്റുപാടുകളും കണ്ണിനും മനസ്സിനും ഏറെ കുളിരണിയിപ്പിക്കുന്നതാണ്. ഭഗവതിയെ സ്തുതിച്ചുകൊണ്ട് ഭക്തകവി പൂന്താനം രചിച്ച കൃതിയാണ് ഘനസംഘം എന്നറിയപ്പെടുന്നത്. ഭദ്രകാളിയായും പാർവതിയായും മഹാലക്ഷ്മിയായും മഹാസരസ്വതി സ്വരൂപിണിയായും ഈ ക്ഷേത്രത്തിൽ കുടികൊള്ളുന്നു. തെക്ക് വശത്ത് കിഴക്കോട്ട് ദർശനമായി പിളർന്ന രീതിയിൽ ഒരു ശിവലിംഗം കാണാം. ഈ സ്ഥലം ശ്രീമൂലസ്ഥാനമെന്ന് അറിയപ്പെടുന്നു. മാന്തതാവും ഭദ്രകാളിയും തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിൽ പിളർന്നു പോയതാണ് ഈ ശിവലിംഗം എന്ന് ഐതിഹ്യമുണ്ട്. ഭഗവാനും ഭഗവതിക്കുമാണ് ഇവിടെ കൊടിമരങ്ങൾ പണിതിരിക്കുന്നത്. ആൽത്തറയിൽ ഗണപതിയും നാഗങ്ങളും ഉപപ്രതിഷ്ഠകളാണ്. മംഗല്യപൂജയ്ക്ക് പേര് കേട്ട ക്ഷേത്രം കൂടിയാണ് ഇവിടം. ഇഷ്ടവിവാഹത്തിനും ഉത്തമ ദാമ്പത്യത്തിനും വേണ്ടി ഗണപതിക്ക് നടത്തുന്ന ഈ വഴിപാട് നടത്തുന്നതിനായി 100 കണക്കിന് ജനങ്ങൾ എത്തിച്ചേരാറുണ്ട്. ചൊവ്വ, വെള്ളി, ഞായർ ദിവസങ്ങളിലാണ് മംഗല്യപൂജ നടക്കാറുള്ളത്. സ്ത്രീ പുരുഷ ഭേദമന്യേ ജാതി വ്യത്യാസമില്ലാതെ ആർക്കും ഈ പൂജ നടത്താവുന്നതാണ്. 3 ഘട്ടങ്ങളിലായി പൂജ നടത്തി വിവാഹം കഴിഞ്ഞ് വധൂവരന്മാർ ഒരുമിച്ച് ദേവി അനുഗ്രഹം വാങ്ങാൻ വരുന്ന കാഴ്ച ഇവിടെ സ്ഥിരമാണ്. അങ്ങാടിപ്പുറംകാരിയായി ജനിക്കാൻ പറ്റിയതിലും അമ്മയുടെ സാന്നിധ്യം നേരിട്ട് അറിയാൻ പറ്റിയതിലും ഒരു അങ്ങാടിപ്പുറംകാരൻ എന്ന നിലയിൽ ഞാനും ഏറെ അഭിമാനം കൊള്ളുന്നു. കൂടാതെ 11 ദിവസത്തെ വള്ളുവനാടൻ ദേശീയോത്സവമായി കണക്കാക്കപ്പെടുന്ന അതിഗംഭീരമായ ഉത്സവം എടുത്തു പറയേണ്ട ഒന്നു തന്നെയാണ്. മീനമാസം, അതായത് മാർച്ച്, ഏപ്രിൽ മാസങ്ങളിലാണ് പൂരം നടക്കുക. നാലമ്പലത്തിനകത്തു നിന്ന് തിടമ്പ് പുറത്തേക്ക് ആനയിക്കുമ്പോൾ പ്രാർത്ഥനാ മന്ത്രങ്ങളാൽ ജനസാഗരം. അതൊരു സ്ഥിര കാഴ്ചയാണ്. സ്വർണ്ണവർണ്ണ തിടമ്പേറ്റു വരുന്ന ഗജവീരന്മാർ, 10,000 ഭക്തജനങ്ങൾ തൊഴുകൈകളുമായി ദേവിയുടെ കൃപാകടാക്ഷം തേടാൻ അവിടെ ഉണ്ടായിരിക്കും. നാദസ്വരം, ചെണ്ടമേളം എന്നിവയുടെ അകമ്പടിയോടെയുള്ള ഈ ആറാട്ട് 11 ദിവസം തുടരും. 11-ാം ദിവസം വൈകുന്നേരമാണ് അവസാന ആറാട്ട്. 10-ാം ദിവസം വൈകുന്നേരം പള്ളിവേട്ടയാണ്. 8-ാം പൂര ദിവസത്തിൽ ഭഗവാനും ഭഗവതിക്കും ഒരേ സമയം ആറാട്ട് നടക്കും. ഭഗവതിയുടെയും ഭഗവാന്റെയും തിടമ്പുകൾ വെവ്വേറെ ആനപ്പുറത്താണ് ആറാട്ടിന് എഴുന്നള്ളിക്കുന്നത്. ക്ഷേത്രത്തെപ്പറ്റിയും അവിടുത്തെ ആചാരങ്ങളെ പറ്റിയൊക്കെ നിങ്ങൾക്കും ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാവില്ലേ? നിങ്ങളുടെ പേഴ്സണൽ എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യൂ കേട്ടോ. നമുക്ക് നോക്കാമെന്നേ എത്ര പേരാണ് ഈ ഒരു അമ്പലത്തെ പറ്റിയൊക്കെ അറിയുക എന്നുള്ളത്. പിന്നെ തട്ടകത്തിൽ ജനിച്ചു വളർന്നവർക്ക് അതിൻ്റേതായ ഒരു അഹങ്കാരം എന്തായാലും ഉണ്ടായിരിക്കും. അവരും ഒന്ന് തട്ടകം എന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ. എത്ര പേരുണ്ട് എന്ന് നമുക്കൊന്ന് നോക്കാം. ക്ഷേത്രത്തിൽ എത്തിച്ചേരുവാൻ മലപ്പുറം പെരിന്തൽമണ്ണ അങ്ങാടിപ്പുറമാണ് വരേണ്ടത്. 2025 ഉത്സവം നടന്നത് ഏപ്രിൽ 3 വ്യാഴാഴ്ചയായിരുന്നു. ദേവിയോട് ഉള്ളു തുറന്ന് പ്രാർത്ഥിക്കാൻ ഞാനും ഈ ഒരു ഉത്സവത്തിൻ്റെ ഭാഗമായിരുന്നു. ലോകത്തിൻ്റെ ഏത് കോണിലാണെങ്കിലും അങ്ങാടിപ്പുറംകാരനാണെങ്കിൽ ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും എൻ്റെ തിരുമാതംകുന്നിലമ്മേ കാത്തോളനെ എന്ന ഒരു വാക്ക് തന്നെയാണ് അവരുടെ മനസ്സിലുണ്ടായിരിക്കുക. നോൺ വെജ് ഇല്ലാതെ ചോറിറങ്ങില്ല എന്ന് പറയുന്നവരൊക്കെ ഈ ഭക്ഷണത്തിന് മുന്നിൽ മുട്ടുമടക്കിയിട്ടേ ഉള്ളൂ കേട്ടോ. ഇതുവരെ ജാതി മത ഭേദമന്യേ എല്ലാവരും വന്ന് ഭക്ഷണം കഴിക്കാറുണ്ട് ഇവിടെ. അങ്ങനെ എല്ലാവരും കൂടിയിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചു. പിന്നെ ഞങ്ങൾ ആനൻ്റെ പിന്നാലെ തന്നെ പോയിക്കൊണ്ടിരുന്നു കേട്ടോ. കുറേ നേരമൊക്കെ അത് കണ്ട് ഭയങ്കര പോസിറ്റീവായിട്ടുള്ളൊരു സ്ഥലമാണ് കേട്ടോ അത്. നമുക്ക് എത്ര കണ്ടാലും മതിയാവില്ല അവിടുത്തെ ഓരോ കാഴ്ചകളും. വന്നവർ പിന്നെയും വരാനുള്ള ആ ഒരു ടെൻഡൻസി എപ്പോഴും അവിടെ ഉണ്ടാവും. എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് വിടണേ. ഇനി കൂടുതൽ വീഡിയോസിന് വേണ്ടി എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ കേട്ടോ. ഓക്കെ, ബായ്. ഇനി അടുത്ത വീഡിയോസിൽ കാണാം കേട്ടോ.